നമസ്കാരം, ആർജശ്രീയാണ്. നമ്മുടെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊച്ചിയിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ക്യൂൻസ് വാക്ക്വേ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ കാഴ്ചകൾ കാണാം. അത്രയും മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് ചുറ്റും കാണാനുള്ളത്. ഇവിടെ ഈ ക്യൂൻസ് വാക്ക്വേയിൽ നിന്ന് കഴിഞ്ഞാൽ മെറീന 1 എന്ന് പറയുന്ന ഒരു എക്സ്പീരിയൻസ് സെൻറ്റർ എന്നൊരു ബോർഡ് നമുക്ക് കാണാൻ പറ്റും. അവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ കൊച്ചിയിലെ ഇത്രയും മനോഹരമായിട്ടുള്ള ഓരോ പ്രഭാതങ്ങളും കണ്ടിട്ട് നമുക്ക് ഉണരാൻ റെഡി ആയിട്ട് പറ്റുന്ന ഒരുപാട് അപ്പാർട്ട്മെൻറ്റ്സുകൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നോക്കുകയാണെങ്കിൽ മെറീന 1ന്റെ വലിയൊരു ലോഗോ കൊടുത്തിട്ടുണ്ട്. അതിലൊരു വാളിലേക്ക് നോക്കുകയാണെങ്കിൽ ശരിക്കും ഏത് നേരം ഇങ്ങനെ ആനിമേറ്റ് ചെയ്തിരിക്കുന്ന രീതിയിലാണ്. ചെറിയ കാറ്റൊക്കെ അടിക്കാൻ നേരത്തെ ശരിക്കും ഒരു നല്ല രീതിയിൽ എന്താ പറയുക, നമ്മൾ ആ കായലിലേക്ക് നോക്കുന്ന അതേ വീല് തന്നെയാണ് മെറീന 1ന്റെ ഈ ഒരു ലോഗോയിലേക്ക് നോക്കുമ്പോഴും കാണും. നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് പോകാം. അവിടെ അപ്പാർട്ട്മെൻറ്റ്സിൻ്റെ കുറേ ഡെമോസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും പ്രീമിയം ക്വാളിറ്റിയിലുള്ള അപ്പാർട്ട്മെൻറ്റ്സും കാര്യങ്ങളാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അതാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. നമ്മളിപ്പോൾ മെറീന 1ന്റെ ഡെമോയുടെ ഉള്ളിൽ കയറിയിരിക്കുകയാണ്. നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ കണ്ടാൽ അറിയാം എത്ര മനോഹരമാണെന്നുള്ള കാര്യം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ജസ്റ്റ് കയറി വന്ന് ഹാളിലാണ് ഇരിക്കുന്നത്. അതിനുശേഷം നോക്കിക്കഴിഞ്ഞാൽ തൊട്ടടുത്ത് തന്നെ ഹാളിനോട് തൊട്ട് ചേർന്ന് തന്നെ ഡൈനിങ് ഹാളുണ്ട്, തൊട്ട് ചേർന്ന് തന്നെ കിച്ചണുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കിച്ചണിലേക്കും നല്ലൊരു വ്യൂവും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. ഇതിനകത്ത് പ്രധാനമായിട്ട് പറയേണ്ട 4 ബെഡ്റൂമുകളാണ്. മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയുന്നത് ഏറ്റവും വിശാലമായ രീതിയിലും അത്യാവശ്യം നല്ല ഒരുപാട് സൗകര്യങ്ങളൊക്കെ കൂടിയിട്ടുള്ള മാസ്റ്റർ ബെഡ്റൂമുണ്ട്. അതിനുശേഷം നോക്കുകയാണെങ്കിൽ കാഴ്ചകളൊക്കെ നമുക്ക് മുന്നോട്ട് കണ്ടുപോകാവുന്നതാണ്. ഇപ്പോൾ നമ്മോട്ട് ചേർന്നുള്ള നമുക്ക് കിച്ചൺ കാണാൻ പറ്റും. കിച്ചണായാലും നല്ല രീതിയിൽ നല്ല എന്താ പറയുക, എല്ലാം ഒതുങ്ങി നിൽക്കുന്ന രീതിയിലുള്ള കിച്ചണും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിൽ നമുക്ക് ഡെമോ കാണിച്ചിരിക്കുന്നത് നമുക്ക് പറ്റുന്ന ഒരു രീതിയിലാണ്. നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ വാഷ് ബേസിനുണ്ട്, ഇവിടെ ഈ പറയുന്ന സ്റ്റൗ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ബാക്കി ഇതൊക്കെ സെറ്റ് ചെയ്ത് നമുക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നുണ്ട്. പുറത്തേക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു വ്യൂവും കാര്യങ്ങളുണ്ട്. ഇവിടെ ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് വർക്ക് ഏരിയ. കിച്ചണിൽ നിന്ന് നേരെ വർക്ക് ഏരിയയിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഇവിടെ വാഷ് ബേസിൻ കൊടുത്തിട്ട് അതുപോലെ തന്നെ വാഷിംഗ് മെഷീൻ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതായി കൂടെ നോക്കി കഴിഞ്ഞാൽ സർവൻറ്റിനുള്ള റൂമാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കത് വീടിൻ്റെ ഹാളിലേക്ക് കയറാതെ തന്നെ നമുക്ക് പുറത്തുനിന്ന് തന്നെ സർവൻറ്റിൻ്റെ റൂമിലേക്ക് കയറാവുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ നേരെ തിരിച്ച് നമ്മുടെ കിച്ചൺ വഴി ഹാളിലേക്കാണ് പോകുന്നത്. ഡൈനിങ് ഏരിയയിലേക്ക് നമ്മൾ വീണ്ടും എത്തിയിരിക്കുകയാണ്. ഇവിടെ LED ലൈറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് ഭയങ്കര രസമായിട്ടുള്ള ലൈറ്റും കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഡൈനിങ് ഏരിയയിൽ നിന്ന് നോക്കുകയാണെങ്കിൽ തൊട്ടടുത്ത് തന്നെ ഒരു ബെഡ്റൂമുണ്ട്. ആ ബെഡ്റൂമിലേക്കാണ് നമ്മൾ കയറാൻ പോകുന്നത്. നമ്മൾ ഫസ്റ്റ് ബെഡ്റൂമിലേക്കാണ് വന്നിരിക്കുന്നത് കേട്ടോ. ബെഡ്റൂം നോക്കുകയാണെങ്കിൽ ഇതാണ് ബെഡ്റൂം. ഫസ്റ്റ് ബെഡ്റൂം ഇതാണ്. അത് ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ വാർഡ്രോബ് കാര്യങ്ങളുണ്ട്. ഓക്കെ, നമുക്കിനി രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം. ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം. അത് ഓപ്പൺ ചെയ്യാൻ പോവാണ്. ഏകദേശം മറ്റേ ആ ഒരു നേരത്തെ കണ്ട ബെഡ്റൂമായിട്ട് സെയിം തന്നെയാണ്. ഇവിടെയും പറയുന്നൊരു വ്യൂ, നല്ല രീതിയിലുള്ള വ്യൂ നമുക്ക് കായലിലേക്ക് കിട്ടുന്നുണ്ടാവും. ഓക്കെ, ഇവിടെ ഇരുന്ന് നോക്കിയാൽ നമുക്ക് ഈ പറയുന്ന പോലെ നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ പുറത്തേക്കുന്നുണ്ട്. ഇവിടെയും വാഷ്റൂം കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വാഷ്റൂമുണ്ട്. വാഷ്റൂമിലേക്ക് നോക്കുകയാണെങ്കിൽ ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഗ്ലാസിൻ്റെ നമുക്ക് കണ്ണാടിയുടെ പുറകിൽ LED സാധനങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടി നമ്മുടെ ഫേസിന് കുറച്ചുകൂടി കളർ കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ലുക്കുണ്ട്. ഓക്കെ, ഇറങ്ങുകയാണ്. നമുക്ക് ഇനി മാസ്റ്റർ ബെഡ്റൂമിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം. മാസ്റ്റർ ബെഡ്റൂമിലേക്ക് സ്വാഗതം. എനിക്ക് മാസ്റ്റർ ബെഡ്റൂം ഈ വീട്ടിലെ ഏറ്റവും നല്ല സ്ഥലം, നല്ല സ്പേസ് ഉപയോഗിച്ചിട്ട് ചെയ്തിരിക്കുന്ന ഒരു സ്ഥലമാണെന്ന് തോന്നുന്നു. നമുക്ക് വ്യൂ എന്ന് പറയുന്നത് 2 വ്യൂ സൈഡിലേക്ക് വ്യൂ ഉണ്ട് എന്നുള്ളതാണ് മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ഒരു പ്രത്യേകത. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയും കായലിൻ്റെ നല്ലൊരു വ്യൂ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ വ്യൂ കൂടി ഒന്ന് നോക്കാം. എല്ലാ അപ്പാർട്ട്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ വാട്ടർ ഫ്രണ്ട് വ്യൂ കിട്ടാവുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിന് എടുത്ത് പറയേണ്ട കാര്യം, ഇവിടെ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. നമുക്ക് ബെഡ്റൂം അറേഞ്ച് ചെയ്യാൻ വേണ്ടി നല്ല രീതിയിലുള്ള സ്പേസ് ഉണ്ട്. ഇപ്പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഡ്രസ്സിങ് റൂം എന്നുള്ള രീതിയിൽ കാണാൻ പറ്റും. നല്ലൊരു വലിയൊരു ഗ്ലാസ് ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഫുൾ വ്യൂ കാണാവുന്ന രീതിയിൽ ഒരു വലിയൊരു ഗ്ലാസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ ഒരു വാഷ്റൂമാണ്. വാഷ്റൂം
ഡ്രൈ ആൻഡ് വെറ്റ് വാഷ്റൂമാണ് വെച്ചിരിക്കുന്നത്. അത് ഗ്ലാസ് കൊണ്ട് പാർട്ടീഷൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ ബെഡ്റൂമിലെ കാഴ്ചകൾ. അതിനുശേഷം നമുക്ക് ഒരു ബെഡ്റൂമും കൂടെ ഉണ്ട്. ഈ അപ്പാർട്ട്മെൻറ്റിന് മൊത്തം 4 ബെഡ്റൂമാണുള്ളത്. 4ാമത്തെ ബെഡ്റൂമാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇതാണ് 4ാമത്തെ ബെഡ്റൂം. 4ാമത്തെ ബെഡ്റൂം നമുക്ക് ഈ പറയുന്ന പോലെ ബാത്ത് അറ്റാച്ച്ഡ് അല്ല. അത്യാവശ്യം വാർഡ്രോബ് കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കോമൺ വാഷ്റൂമാണ്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ കോമൺ വാഷ്റൂം കാണാൻ പറ്റും. അതും ഈ പറയുന്ന ഡ്രൈ ആൻഡ് വെറ്റ് വാഷ്റൂം എന്ന് പറയുന്ന കൺസെപ്റ്റിലാണ് കോമൺ വാഷ്റൂം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതും ഗ്ലാസ് പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്. ഗ്ലാസ് പാർട്ടീഷൻ കൊടുത്തു. സ്മൂത്താണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പറയുന്ന അപ്പാർട്ട്മെൻറ്റിൻ്റെ വ്യൂസ് കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം തിരിച്ച് ഡൈനിങ് ഏരിയയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഓക്കെ, നമ്മളിപ്പോൾ നിൽക്കുന്നത് മറീന വണ്ണിൻ്റെ ഒരു മിനിയേച്ചർ രൂപത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറഞ്ഞു തരാൻ പറ്റുന്നത്, എന്നേക്കാൾ നന്നായിട്ട് പറഞ്ഞു തരാൻ പറ്റുന്ന ആളാണ് ഈ നിൽക്കുന്നത്. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. മറീന വൺ എന്ന് പറഞ്ഞാൽ ഇതൊരു ജോയിന്റ് വെഞ്ചറാണ്. ഓക്കെ, ശോഭ ഡെവലപ്പേഴ്സും പ്രോങ്കര കൂടി ജോയിന്റ് വെഞ്ചറായിട്ട് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റാണ് മറീന വൺ എന്ന് പറയുന്നത്. ഇത് എക്സാക്ട്ലി നമുക്ക് 16.7 ഏക്കേഴ്സിലാണ് മറീന വൺ വരുന്നത്. അതിൽ നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും കാർ പാർക്കിംഗാണ് വരിക. ദെൻ ഈ ഒരു ഗാർഡൻ വരുന്നത് നമ്മളുടെ സെൻറ്റർ ഏരിയ 5 ഏക്കർ ഏരിയയാണ് ഗാർഡനായിട്ട് വരുന്നത്. അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് 12 ടവേഴ്സാണ് വരുന്നത്. അപ്പോൾ 12 ടവേഴ്സിലായിട്ട് 1141 യൂണിറ്റ്സ് ആണ് നമുക്ക് ടോട്ടൽ ഈ പ്രൊജക്റ്റിൽ വരുന്നത്. ഓക്കെ, ഞാൻ നോക്കി കഴിഞ്ഞാൽ ഇത് സ്വിമ്മിംഗ് പൂളോ? ആക്ച്വലി നമുക്ക് ക്ലബ് ഹൗസ് വരുന്നുണ്ട് ഈ പ്രൊജക്റ്റിനകത്ത്. 47,000 സ്ക്വയർ ഫീറ്റിൽ വരുന്ന ക്ലബ് ഹൗസ് ഉണ്ട്. ക്ലബ് ഹൗസ് വരുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലും ഫസ്റ്റ് ഫ്ലോറിലായിട്ട് ഈ ഒരു ഫ്രണ്ട് പോർഷനിലാണ് വരുന്നത്. ദെൻ സെക്കൻഡ് ഫ്ലോറിന്റെ മുകളിലാണ് നമുക്ക് ഈ 5 ഏക്കർ ഗാർഡൻ കാണുന്നത്. അപ്പോൾ അതിൽ ഇത് വരുന്നത് ഒരു ബീച്ച് ആംബിയൻസിൽ വരുന്ന പൂളാണ്. തൊട്ടപ്പുറത്ത് കാണുന്നത് ഒളിമ്പിക് സ്റ്റാൻഡേർഡിൽ വരുന്ന 50 മീറ്ററിന്റെ ലാപ്പ് പൂളാണ്. പിന്നെ നമുക്ക് ഇതിനകത്ത് അതൊരു പോണ്ട്, ബാർബിക്യൂ കോർണർ, ചിൽഡ്രൻസ് പ്ലേ ഏരിയ, വാട്ടർ ഫൗണ്ടൻ, ആ കോർണറിലായിട്ട് ഒരു 1 ഏക്കറിൽ ഗോൾഫ് പട്ടിംഗ് വരുന്നുണ്ട്. സ്കേറ്റിംഗ് ഏരിയ, ഓപ്പൺ ആംഫി തിയേറ്റർ, മെഡിറ്റേഷൻ ഡെക്ക്, ഓപ്പൺ ജിം, ധാരാളം ആക്ടിവിറ്റീസ് ഇൻവോൾവ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു 5 ഏക്കർ ഏരിയ. ഏകദേശം വ്യൂ എല്ലാം ഈ പറയുന്ന നമുക്ക് എല്ലാ യൂണിറ്റ്സിനും വ്യൂ കിട്ടുന്ന തരത്തിലാണ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇതിൽ 12 ടവർ, അതിൽ നോർത്ത് സൈഡിൽ 3 ടവേഴ്സാണ് വരുന്നത്. 28 ഫ്ലോർസ് ആണ് ഹൈറ്റ് വരുന്നത്. അതിൽ ഒരു ഫ്ലോറിൽ 4 അപ്പാർട്ട്മെന്റ് വീതമാണ് വരുന്നത്. നോർത്ത് സൈഡിലെ എല്ലാം 4 ബെഡ്റൂംസ് ആണ്. ഓക്കെ, ദെൻ ഈസ്റ്റ് സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് 5 ടവേഴ്സ് ആണ് ഈസ്റ്റ് സൈഡിൽ വരുന്നത്. അതിൽ ഇത് T ഷേപ്പിലാണ് വരുന്നത്. അതിലിപ്പോൾ ഒരു ടവർ എടുത്തു കഴിഞ്ഞാൽ ഫ്രണ്ടിലോട്ട് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന 4 ബെഡ്റൂമും സൈഡിൽ 2 കാണുന്നത് 3+ സ്റ്റഡി അപ്പാർട്ട്മെന്റ്സും ആണ് വരുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് ഇവിടെ 27 ഫ്ലോർസ്, ഒരു ഫ്ലോറിൽ 3 യൂണിറ്റ്സ് ആണ് വരുന്നത്. ദെൻ സൗത്ത് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം 3+ സ്റ്റഡി അപ്പാർട്ട്മെന്റ്സ് ആണ്. അതിൽ ഒരു ഫ്ലോറിൽ 4 യൂണിറ്റ് വരും. 4 യൂണിറ്റ് അല്ലേ? അത് 25 ഫ്ലോർസ് ആണ് ഹൈറ്റ് വരുന്നത്. പിന്നെ എല്ലാത്തിൻ്റെയും താഴെയാണ് കാർ പാർക്കിംഗ്. എല്ലാം നമുക്ക് കവേർഡ് കാർ പാർക്കിംഗ് ഗ്രൗണ്ട് ഫ്ലോറിലും ഫസ്റ്റ് ഫ്ലോറിലും ആയിട്ടാണ് നമുക്ക് കാർ പാർക്കിംഗ് വരുന്നത്. ഓക്കെ, അതിന് മുകളിലാണ് ഈ പറയുന്ന സ്വിമ്മിംഗ് പൂളും അതിന്റെ മുകളിലാണ് ഈ ഗാർഡൻ വരുന്നത്. 5 ഏക്കർ ഏരിയ ഗാർഡൻ വരുന്നത്. ഗ്രൗണ്ട് ഫ്ലോർ ഫസ്റ്റ് ഫ്ലോർ കാർ പാർക്കിംഗ്, അതിന്റെ മുകളിലാണ് ഗാർഡൻ നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇതൊക്കെയാണ് നമ്മുടെ മറീന വണ്ണിൻ്റെ വിശേഷങ്ങൾ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ മനസ്സിലായെന്ന് തോന്നുന്നു. ഇനിയും കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമുക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. ഇനിയും ഇതുപോലുള്ള വീഡിയോസൊക്കെ വരുന്നതാണ്. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഇനിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ